കേരളത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കഷണ്ടികളായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് വി ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. ഇപ്പൊ ഒരുത്തിന് പെണ്ണ് കിട്ടുന്നില്ല, 30 വയസ്സായി, എന്നിട്ട് ഓൻ മുടി നന്നാക്കാൻ നടന്നിട്ട് എന്തോ കാര്യമുണ്ടോ? ഓൻ ഏതെങ്കിലും പെണ്ണിനെ ലൈൻ അടിച്ചിട്ടെങ്കിലും എന്താക്കണം, കെട്ടണം. ഇപ്പൊ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് എണ്ണയും പൊക്കി പിടിച്ചിട്ട്. ഇത് നല്ല ഏത് പൊട്ടനും മുടി വളരും എന്ന് പറഞ്ഞു, എന്നിട്ട് അവര് മുടിയുള്ള ഓരോ ആൾക്കാരെയും പിടിച്ചിട്ട് ഈ എണ്ണ ഞാനാ തെച്ചത്. ബിക്കോസ് എക്സാക്ട്ലി ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. സത്യമായിട്ട് പറയാണ്, 10 ദിവസം കൊണ്ട് മുടി വളരും എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർ മൊത്തം എന്ത് ചെയ്യും? ആ എണ്ണ വാങ്ങും. ആ എണ്ണ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് റിവ്യൂ ആയിരിക്കേ. അതുവരെ എല്ലാവരും പറയും ആ നല്ലതാണ് അങ്ങനെയാന്ന്. 3 മാസം കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാവില്ല, എണ്ണ ഉണ്ടാവില്ല. ഹെയർ ലോസ് ഉള്ള ഒരാളോ ഡാൻഡ്രഫ് ഉള്ള ഒരാളോ ഇപ്പം ഈ സെപ്റ്റിസീമിയ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഒക്കെ ഭയങ്കര വേഴ്സ് ആവുക ചെയ്യുക ഈ ഓയിൽ ഇടുമ്പോൾ. ഈ അവിയും ഈ സ്കിന്നെല്ലാം കൂടെ ഈ പശ പോലെയൊക്കെ ആയി മാറും. അപ്പൊ ഈ കഷണ്ടിയുള്ള ചെറുപ്പക്കാരോട് എന്താ പറയാ? കഷണ്ടി ഉള്ളവരോട് എനിക്ക് ഒരൊറ്റ കാര്യമാണ്, തലയിൽ മുടിയില്ല എന്ന് വിചാരിച്ച് ഒരു പെണ്ണിനും നിങ്ങളോട് ഇഷ്ടം കുറയില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഏത് നിങ്ങളെ ലൈഫിൽ ദേ വിൽ ബി ലവിങ് യു.